സുവിശേഷം കേട്ടാൽ സംഭവിക്കുന്ന കാര്യം ഒന്ന്, സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. എന്തുവാ മാനസാന്തരം? തിരിച്ചു വരവ്, വഷളത്വം വിടുക, അതാ മാനസാന്തരം. രണ്ട്, അതുകൂടെ പറഞ്ഞെങ്കിൽ നിർത്താതെ ഒക്കുമ്പോൾ സുവിശേഷം കേട്ടാൽ സുവിശേഷത്താൽ സംഭവിക്കുന്ന കാര്യം. അടുത്തത് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 35 വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 35. ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവർ ഇങ്ങനെ വഴിപോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ ഇതാ വെള്ളം. ഒന്നുകൂടെ വായിച്ച 35-ാം വാക്യം. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട്, ഫിലിപ്പോസ് ഈ തിരുവെഴുത്തിനെ ആധാരമാക്കി അവനോട്, വായിച്ച തിരുവെഴുത്ത് 32 മുതൽ വായിച്ച എന്തുവാ തിരുവെഴുത്ത്? തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്, അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. അത് യെശയ്യാ പ്രവചനം 53:7. അതുകൂടെ ചേർത്ത് വായിച്ചോ, ഏതായാലും വാക്യമല്ലയോ. യെശയ്യാ പ്രവചനം 53:7 അതാന്നല്ലോ. പെട്ടെന്ന് വായിക്കും. 53:7 2 വായിക്കുക തന്നല്ലോ. തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. പിന്നെ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോമങ്കത്രികളുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധി. ഈ ഭാഗമാണ് ഫിലിപ്പോസ് ആ ഷണ്ണൻ തേരിൽ നിന്ന് വായിക്കുന്നത്. ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം, വിസ്തരിക്കണ്ട. ഫിലിപ്പോസ് ചേർന്ന് നടന്ന് ചോദിച്ചു, വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? ഉടനെ തേരെ കയറി പൊരുൾ തിരിച്ചു കൊടുത്തു. പൊരുൾ തിരിച്ചു കൊടുത്ത ഭാഗമാണ് സുവിശേഷം. യേശുവിനെ പറ്റി പറഞ്ഞു. യേശുവിനെ പറ്റി പറയുമ്പോൾ ഇതെല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇനി 35-ാം വാക്യം വായിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അടുത്തത്, അവർ ഇങ്ങനെ വഴിപോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അടുത്തത്, അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവത്തിനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ദൈവത്തിന്റെ മഹത്വം വിസ്തരിക്കുന്നില്ല, ഭാഗമറിയാം. ചുരുക്കി പറഞ്ഞാൽ ഷണ്ണൻ സ്നാനപ്പെട്ടു. അപ്പോൾ സുവിശേഷത്താൽ സംഭവിക്കുന്ന കാര്യം ഒന്ന്, മാനസാന്തരം ഉണ്ടാകും. മാനസാന്തരം തിരിച്ചു വരവാ. 2, സ്നാനം നടക്കും. സ്നാനം നടക്കുന്നില്ലേ ഓർത്തോണം. നീ കേട്ടത് സത്യസുവിശേഷം അല്ല, അതിനകത്ത് മായം ചേർത്തിട്ടുണ്ട്. ഇത് മായമില്ലാത്ത സുവിശേഷമാ. ഇതിനകത്ത് കൂട്ട് ചേർക്കരുത്, മായം ചേർക്കരുത്, കയ്യിൽ നിന്നൊന്നും വിടരുത്. ഉള്ളത് അങ്ങ് പറഞ്ഞാൽ മതി. ഉള്ളതാന്നല്ലോ വായിപ്പിച്ച് കേൾപ്പിച്ചേ. എന്റെ കയ്യിൽ നിന്നൊന്നും ഞാൻ ഇട്ടില്ലല്ലോ. ഇട്ടോ? ഇല്ല. എന്തിനാ ഇടുന്നേ? ഇതിനകത്തുണ്ടല്ലോ എല്ലാം. കൂടുതൽ വകുപ്പൊന്നും പറഞ്ഞിട്ട് ഇതങ്ങ് വായിച്ച് കേൾപ്പിച്ചാൽ മതി. ഷണ്ണൻ അങ്ങനെ, ഫിലിപ്പോസ് അങ്ങനെ ചെയ്തേ. ഇത് വായിപ്പിച്ച് കേൾപ്പിച്ച് തിരുവെടുത്ത് പൊരുൾ തിരിച്ചപ്പോൾ രണ്ടുപേരും വണ്ടി ഓടി വെള്ളമുള്ള സ്ഥലത്ത് വന്നപ്പോൾ ഷണ്ണൻ പറഞ്ഞു, വേണ്ട വെള്ളം, ഇതാ വെള്ളം, നീ വിശ്വസിക്കുന്നെന്ന് ചോദിച്ചു. വിശ്വസിക്കുന്നു. എങ്കിലാകാം. 40-ാം വാക്യം കൂടെ ചേർത്ത് വായിച്ചു. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. അവൻ സഞ്ചരിച്ച എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം. അപ്പോൾ സുവിശേഷം കേട്ടാൽ ഒന്ന്, മാനസാന്തരം ഉണ്ടാകും. 2, സ്നാനം. അല്ല, എങ്ങനത്തെ സ്നാനമാ? വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനം അല്ല, ശരിയായ സ്നാനം. എങ്ങനെ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങണം. നിമജ്ജന സ്നാനം. ആ സ്നാനം വെള്ളം സാക്ഷ്യം പറയും. ഭൂമിയിൽ മൂവരല്ലോ സാക്ഷ്യം പറവതോർത്താൽ, ഭൂമിയിൽ മൂവരല്ലോ സാക്ഷ്യം പറവതോർത്താൽ, ആത്മാവു വെള്ളമതു പിന്നീട് ശോണിതവും, ആത്മാവു വെള്ളമതു പിന്നീട് ശോണിതവും, ഇവയിൽ വെള്ളമത്രേ സാക്ഷ്യം വാങ്ങിപ്പതി സമയേ, ഇവയിൽ വെള്ളമത്രേ സാക്ഷ്യം. വെള്ളിക്കു തോൽവി നൽകും വെള്ളത്തിരക്കടിയിൽ, വെള്ളിക്ക് തോൽവി നൽകും വെള്ളത്തിരക്കടിയിൽ, കൊള്ളിച്ചു മുൻകഴിഞ്ഞ കൊല്ലങ്ങളാകയവൻ, കൊള്ളിച്ചു മുൻകഴിഞ്ഞ കൊല്ലങ്ങളാകയവൻ, പുതിയ വേല ചെയ്വാൻ പുതിയ വേല ചെയ്വാൻ. യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവിൻ, യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവിൻ, കാണുവിൻ ദേവനാഥൻ യോർദാൻ
കഴിപ്പാൻ വന്ന ചരിതമോർത്തിടുവീ. ഓ നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിതമോർത്തിടുവീ. നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിതമോർത്തിടുവീ. അപ്പോൾ കേൾക്കുക, സുവിശേഷം കേട്ടാൽ ഒന്ന് മാനസാന്തരം ഉണ്ടാകണം. മാനസാന്തരം വന്നിട്ടില്ലെങ്കിൽ നീ കേട്ടത് ശരിയായി സുവിശേഷമല്ല, സുവിശേഷം നിന്റെ അകത്ത് കയറിയിട്ടുമില്ല. പിന്നെ ഏതാണ്ട് ഒരു ഇളക്കപ്പെരുപ്പം ഉണ്ടായി ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ശരിയായ സത്യസുവിശേഷം കേട്ടാൽ നീ സ്നാനപ്പെടും. അത് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. ഞങ്ങൾക്കൊരു അമ്മക്കുട്ടി കൊച്ചമ്മയുണ്ടായിരുന്നു നമ്മുടെ വാഗത്താനത്തെ ടാബർനാക്കിൽ കൂടിക്കൊണ്ടിരുന്നത്. പിന്നെ അവർ അഞ്ചേരിലോട്ട് പോയി തോമസ് ജോർജ് പാസ്റ്ററുടെ കാലത്ത്. അപ്പോൾ അവിടുത്തെ ഒരു വിശ്വാസി അമ്മാമ്മയ ഇട്ടിമാണിയിലെ അമ്മക്കുട്ടി കൊച്ചമ്മ. പിള്ളേരിലെ ഇപ്പം അമേരിക്കയിലുണ്ട്. അച്ചായൻ പുതുപ്പള്ളി പള്ളിയിലെ പ്രധാന ചുമതലക്കാരിൽ ഒരാളാണ്. കൊച്ചമ്മയ്ക്ക് വചനമെല്ലാം സുവിശേഷം കേട്ടപ്പോൾ മനസ്സിലായി സ്നാനപ്പെടണം. വീട്ടിലിറങ്ങാൽ കൊല്ലും. പുതുപ്പള്ളി പള്ളിയുടെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ചുമതലയുണ്ട് അച്ചായന്. വലിയ കുടുംബക്കാര്, ഇട്ടിമാണിക്കാർ. അപ്പം കൊച്ചമ്മ സത്യമാണെന്നറിഞ്ഞു, സുവിശേഷം കേട്ടു, സത്യമാണെന്നറിഞ്ഞു, മുങ്ങുകയും ചെയ്യണം. മുങ്ങിയ പ്രശ്നവുമാണ്. എന്തോ ചെയ്യും? അന്ന് ബഹുമാനപ്പെട്ട PG മാത്യു സാറ ടാബർനാക്കിളിൽ ശുശ്രൂഷകനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ആ കൈതേപ്പാലത്ത് തുണി കഴുകിക്കൊണ്ടിരിക്കുക. തോട്ടിൽ വെള്ളത്തിൽ പറവിൻ്റെ സമയത്താണ്. അപ്പം തോട്ടിൽ വെള്ളമുണ്ട്. തുണി കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വചനമെല്ലാം കൂടെ ചിന്തിച്ച് പുള്ളിക്കാരി തുണി ആ കല്ലിലോട്ട് വെച്ച് വെള്ളത്തിലോട്ട് ഇറങ്ങി തന്നെ അങ്ങ് സ്നാനപ്പെട്ടു. പിറ്റേന്ന് PG മാത്യു സാറിനോട് പറഞ്ഞു, സാറേ ഞാൻ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞു. അയ്യോ എവിടെ പോയി പെട്ടു? ഞാൻ തന്നെ സ്നാനപ്പെട്ടെന്ന്. അതെങ്ങനെ? തുണി കഴുകാൻ പോയപ്പം എനിക്ക് തോന്നി അച്ചായൻ സമ്മതിക്കത്തില്ല, ഉപദേശിമാരെ കൊണ്ട് മുക്കാനോട്ട് അനുവദിക്കത്തും ഇല്ല. അച്ചായൻ എന്നാൽ പിന്നെ ഞാൻ തന്നെ ദൈവത്വ കർത്താവ് ഞാൻ അങ്ങ് മുങ്ങുക. വെള്ളം കാണുമ്പോൾ തന്നെ മുങ്ങുന്നാന്നോ സ്നാനം? അല്ല. സ്നാനപ്പെടാൻ യേശു നടന്നാ വന്നത്. സ്നാനം പ്രതിഗ്രഹിപ്പാൻ അതെ, ഇതൊന്ന് പാടി വെക്കട്ടെ. അപ്പം അല്ല ഇതിൻ്റെ ശബ്ദത്തിൽ വരി കിട്ടുകയില്ല. ഒന്നാമത് എൻ്റെ തൊണ്ടയും കൊള്ളുകയില്ല, ട്യൂണുമില്ല. അപ്പം ഇതൊന്ന് പറയട്ടെ. സ്നാപകയോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ, സ്നാപകയോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല്യ നാട്ടിൽ നിന്നു ദൂരത്തു വന്നു നാഥൻ. ഒത്തിരി ദൂരം നടന്നാ വന്നേ. എന്തുവാടെ വർത്താനം പറഞ്ഞേ? ഗലീല്യ നാട്ടിൽ നിന്നു ദൂരത്തു വന്നു നാഥൻ, നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക. നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക. നമ്മുടെ മാതൃക യേശുവാ. നടന്നാ വന്നേ. യോഹന്നാന്റെ കൈക്കീഴ് വന്ന് സ്നാനപ്പെട്ടു. ഭാഗമൊന്നും വിവരിക്കുന്നില്ല, സമയം പോയതുകൊണ്ട്. ദൈവത്തിന് മഹത്വം. അപ്പോൾ സുവിശേഷം ശരിയായിട്ട് കേട്ടാൽ സുവിശേഷത്താൽ സംഭവിക്കുന്ന കാര്യം ഒന്ന് മാനസാന്തരം, രണ്ട് സ്നാനം. ഏതായാലും പറഞ്ഞു പോയല്ലോ, ബാക്കിയും കൂടെ പറഞ്ഞങ്ങ് ആ ഭാഗം വിടാം. സുവിശേഷം കേട്ടാൽ സംഭവിക്കുന്ന മൂന്നാമത്തെ കാര്യം അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ എല്ലാം വായിപ്പിക്കുന്നില്ല, 44. ഇതെല്ലാം നിങ്ങൾക്ക് അറിവുള്ള വാക്യമാണ്. വായിച്ചോ 44. വായിച്ചേ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. അപ്പൊ ഈ പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്ന് സുവിശേഷം അറിയിച്ചു. 34 വായിച്ചേ, 10:34. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു. വായി തുറന്ന് പറയണം. എന്തുവാ പറഞ്ഞത്? 38-ാം വാക്യം വായിച്ചേ. അതാ സുവിശേഷം. യേശുവിനെ പറ്റി പറഞ്ഞു. കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്നു, വാ തുറന്നു. ചിലക്ക് സുവിശേഷം പറയാൻ വാ തുറക്കുകയല്ല. ആരാധനയ്ക്ക് വന്നിരുന്ന വാ തുറക്കുകയല്ല, ഊമം കുത്തിയിരിക്കും. കമ്മിറ്റി കൂടുമ്പോൾ ഇവൻ മിറ്റത്തുടങ്ങി അണ്ണാക്ക് വെക്കും. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചിട്ടില്ലേ?
ആരാധനയ്ക്ക് വന്നാൽ കൈ അടിക്കുകയല്ല, വാർതാനിരിക്കുമ്പോൾ ഇരിക്കുക. ഒരു വിഷയമുണ്ടാകട്ടെ, കൈ തെറുത്തേച്ച് അവസാനം നീ ഇങ്ങനെ ഒരു അസുഖം ഉണ്ട്, അതിന് എന്നെ പറഞ്ഞ ഏതാണ്ടൊരു സണ്ണ ബേബി, ഇപ്പം നീ അടിച്ചാൽ ഒടുവിൽ നീ ഇങ്ങനെ അടിക്കേണ്ടി വരികയല്ല. ഇപ്പം നീ അടിക്കാതിരുന്നാൽ ഒടുവിൽ കിടുകിടുകിടുകിടാന്ന് തങ്കമ്മ കാപ്പി തരുമ്പോഴും തങ്കമ്മയെ കാപ്പി പിടിക്കാൻ മേലെ, ഗ്ലാസെ പിടിക്കാൻ മേലെ, അടിയാടി നീ പിടിപ്പിക്കാൻ പറയും. മനസ്സിലായോ? നിന്റെ അവസരമൊന്നും നീ നഷ്ടപ്പെടുത്തി കളയരുത്. ആരോഗ്യമുള്ളപ്പം ദൈവത്തെ സ്തുതിക്കണം, ശബ്ദമുള്ളപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തണം, ഹല്ലേലൂയ ആക്കമുള്ളപ്പം ദൈവത്തെ ആരാധിക്കണം, വാതുറക്കണമെന്ന്. നിങ്ങൾ കണ്ടിട്ടില്ലേ ചിലയിടത്ത് ചില കൺവെൻഷൻ്റെ ചെന്ന സ്റ്റേജായിരിക്കുന്ന മിക്കത് വാതുറക്കുകയല്ല, ഇങ്ങനെ ഇരിക്കുക. എന്തിനാണോ കയറി ഇങ്ങനെ? ചിലയിടത്ത് പാട്ടുകാരും അവർ പാടി വെച്ചവരെ പമ്മുക, അവര് പാടുമ്പോ എല്ലാവരും ഇളയിക്കോണം. സ്തുതിച്ചോട്ട് ഒരിക്കൽ കൂടെ പോടാ. ഇടാ, ദൈവത്തെ സ്തുതിക്കേണ്ടത് എല്ലാവരും കൂടാ. പാട്ട് പാടുന്നവരും പ്രായമുള്ളവരാണെങ്കിലും യൗവനക്കാരും ബാലന്മാരും വൃദ്ധന്മാരും യുവതികളും യുവാക്കളും, ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവകന്മാരും, ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവകന്മാരും. ഓ താപ്പുകൾ കിന്നര കൈതാളമേ, ഓ താപ്പുകൾ കിന്നര കൈതാളമേ, ഓ മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്, മഹത്വം തന്നാമത്തിന്, ഓ മഹത്വത്തിനോ സ്തോത്രയാഗത്തിനോ യോഗ്യൻ, മഹത്വത്തിനോ സ്തോത്രയാഗത്തിനോ യോഗ്യനല്ല. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. വാതുറന്ന് പത്രോസ് വാതുറക്കുകയല്ല. ഞാൻ എന്നെയും കൂടെ പ്രതിയ ചില ഉപദേശമാരുണ്ട്, അവര് പ്രസംഗിക്കുമ്പോൾ എല്ലാവരും ഇളയിക്കോണം. ഇങ്ങനെ ഇലവങ്കയെ പിടിച്ച പോലെ എല്ലാവരും ഇരിക്കണം. വേറൊരാൾ പ്രസംഗിക്കുമ്പോൾ ഇവൻ അനങ്ങത്തില്ല. അതൊരു നല്ല നടപടിയാന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ചാന് തോന്നുന്നുണ്ടോ? ഇല്ല. അച്ചാന് തോന്നുന്നുണ്ടോ? മഠത്തിലേത്തല്ലേ? അല്ലേ? ആണെന്ന്. പിന്നെ ദൈവത്തിന് മഹത്വം, സകല എണ്ണവും ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സുവിശേഷം കേട്ടാൽ നടക്കുന്ന കാര്യമാ. പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നത് ഊമം തെറ്റിയിരുന്നല്ല, വാ തുറന്നു. നിന്നെ ദൈവം ചില വീട്ടിൽ വിടുന്ന വാ തുറക്കാനാ. നിനക്ക് ദൈവം തമ്പുരാൻ ഒരു സഭ തന്നത് വാ തുറന്ന കാര്യം പറയാനാ. നിന്നെ കൺവെൻഷൻ സ്റ്റേജ് ദൈവം കയറ്റുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ വാ തുറന്ന കാര്യം പറയാനാ. നീ എന്നാലും നേതാവിനെ കണ്ടും സെൻട്രൽ പാസ്റ്ററെ കണ്ടും കൗൺസിലിനെ കണ്ടും നിന്റെ കുന്തം കണ്ട് നീ ആവശ്യമില്ല പറയാതിരിക്കരുത്. വിളിച്ചത് ദൈവമാ, അവരല്ല നമ്മുടെ വിഷയം, ദൈവമാ വിഷയം. വാ തുറന്ന് പറയേണ്ട കാര്യം വാ തുറന്ന് പറയണം. അത് മന്ത്രിയാണെന്ന് നോക്കണ്ട, MLA ആണെന്ന് നോക്കണ്ട, വാർഡ് മെമ്പറാണെന്ന് നോക്കണ്ട, ഐമേനിയോ തിരുമേനിയോ അവൻ ബിഷപ്പാ മെത്രാന ഒന്നും നോക്കണ്ട, സെൻട്രൽ പാസ്റ്റർ അവൻ കൗൺസിൽ മെമ്പർ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. അവരെയൊക്കെ ബഹുമാനിച്ചോ ആദരിച്ചോ, പക്ഷേ വാ തുറന്ന് കാര്യം പറയണം. സ്തോത്രം. ഞാൻ ദൈവസന്നിധിയിലെ അഹങ്കരിച്ചൊന്നും പറയല്ലേ. എനിക്ക് അവസരം കിട്ടിയാൽ എനിക്ക് തന്ന കൃപയ്ക്ക് അനുസരിച്ച് പറയും. ആരെന്നാ ചിന്തിക്കുന്ന എന്തോ പറയുന്നത് എൻ്റെ വിഷയമല്ല. എടാ, അമ്പലത്തിൽ നിന്ന് വീട്ടിലോട്ട് വരുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. അന്ധകാരത്തിന്റെ പിടിയിൽ കിടന്ന എന്നെ യേശു രക്ഷിച്ചു. ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് കിടന്ന എന്നെയും എൻ്റെ ദൈവം രക്ഷിച്ചതാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. സമാധാനമില്ലാതെ രോഗപീഠകളിൽ വലഞ്ഞ് ഗത്യന്തരമില്ലാതിരുന്ന എന്നെ യേശു രക്ഷിച്ചു. ദൈവത്തിന് മഹത്വം. ആ രക്ഷകയുടെ സുവിശേഷം അവസരം കിട്ടുമ്പോൾ, സന്ദർഭം കിട്ടുമ്പോൾ അത് നന്നായിട്ട് വാ തുറന്ന് പറയണം. പിന്നെ പറയുന്നതിന് ഇച്ചിരി പരിജ്ഞാനമൊക്കെ വേണം. പണ്ടൊരാളോട് പരസ്യത്തിന് കൊണ്ടുപോയി പുള്ളിക്ക് സമയം കൊടുത്തിട്ടുണ്ട്. പുള്ളി വേറൊരു ഡയലോഗ് പറഞ്ഞു വെച്ചു, ലൈവുള്ളതുകൊണ്ട് പറയുന്നില്ല. ഇതുപോലെ വേറെ ആരെങ്കിലും കൊണ്ടേ പറയണം, പറഞ്ഞു വെച്ചാൽ ഞാൻ പോകുന്നുള്ളെന്ന്. ഞങ്ങളുടെ കൊച്ചായൻ പറഞ്ഞു അയാളെ പോളയ്ക്കകത്തെടുത്തിട്ടും പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ പോകുവാന്നും പറഞ്ഞു. മൈക്ക് സെറ്റുകാരൻ ഓഫ് ആക്കുകയും ചെയ്തു. കാരണം അടുത്തുള്ളവർ കേട്ടാൽ മതി, ദൂരെ നിന്നും വന്ന് എന്തിനാ തല്ലി മേടിക്കുന്നത്, ബോധക്കേടുകാരും ഉണ്ട്. അപ്പം അത് പോട്ടെ, നമുക്ക് നമ്മുടെ വിഷയമല്ല. പക്ഷെ വാ തുറന്ന കാര്യം പറയണം. വാ തുറന്നു പറഞ്ഞു തന്നെ എന്നാ വായിച്ചത് 38 വായിച്ചേ. നസറയനായ യേശു. അപ്പൊ യേശുവിന്റെ കാര്യമാ പറഞ്ഞത്. അതാ സുവിശേഷം. യേശുവിന്റെ കാര്യം പറഞ്ഞു, സുവിശേഷം. ആ സുവിശേഷം കേട്ടപ്പോൾ ഇനി 44 ഈ വാക്കുകളെ പത്രോസ്
ഈ വാക്കുകൾ ഏത് പറഞ്ഞ പത്രോസിന്റെ കാര്യമൊന്നുമില്ല, യേശുവിന്റെ കാര്യമാണ് പറഞ്ഞേ. സുവിശേഷം പറഞ്ഞപ്പോൾ വചനം കേട്ട എല്ലാവരുടെയും മേലും എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോട് കൂടുന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം മതി ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ഒന്ന് സുവിശേഷത്തിന്റെ ഈ സത്യം കേട്ട് കഴിയുമ്പോൾ ആമേൻ സ്തോത്രം, അഭിഷേകം പ്രാപിക്കും. ഒന്ന് മാനസാന്തരപ്പെടും, രണ്ട് അഭിഷേകം പ്രാപിക്കും. ഫിലിപ്പോസിനോട് ഷണ്ണനോട് സുവിശേഷം പറഞ്ഞപ്പോൾ പുള്ളി സ്നാനപ്പെട്ടു. സുവിശേഷം കേട്ടാൽ ഇത് നടക്കും. കൊർന്നേലിയോസിന്റെ വീട്ടിൽ വന്ന് സുവിശേഷം പറഞ്ഞു, ആമേൻ സ്നാനവും നടന്നു, കേട്ടവരെല്ലാം അഭിഷേകവും പ്രാപിച്ചു. അഭിഷേകം പ്രാപിച്ചു, പിന്നെ സ്നാനപ്പെട്ടെങ്കിലും അഭിഷേകം പ്രാപിച്ചു. സ്തോത്രം. സുവിശേഷം കേൾക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാകണം. ഇത് ഉണ്ടാകുന്നില്ലെങ്കിൽ അത് സുവിശേഷം അല്ല. ഒരു കാര്യത്തോടെ പറഞ്ഞ ഭാഗം വിട്ടേക്കാം. സുവിശേഷം കേട്ടാൽ എന്തോ സംഭവിക്കും? അപ്പോസ്തല പ്രവൃത്തി 2:40 വായിച്ചു. 2:40 വായിച്ചു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000 പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പൊ ഇതിന്റെ അർത്ഥം ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? വേർപാട് പാലിക്കണം. ഒന്നുകൂടെ 40 വാക്യം വായിച്ചേ. 40. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയുടെ രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞ വേർപാട് പാലിക്കണം. സുവിശേഷം കേട്ട വേർപാടുണ്ട്. സുവിശേഷം നീ കേട്ടിട്ട് ഇതുവരെ വേർപാട് പാലിക്കുന്നെങ്കിൽ നീ കേട്ട സുവിശേഷം ശരിയായ സുവിശേഷമല്ല. സുവിശേഷം കേട്ടാൽ വേർപാട് പാലിക്കും. നേരത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും ഒന്നും പിന്നെ വകവെച്ചു കൊടുക്കുകയല്ല. ഇത് വേർപാടിന്റെ ഉപദേശമാണ്. ഇത് അപ്പോസ്തലിക ഉപദേശമാണ്. ഇതൊന്നും ആർക്കും ഇഷ്ടമല്ലല്ലോ. സ്തോത്രം. കേറി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചിലക്ക് ഇതിനകത്ത് രോഗശാന്തി ഉണ്ടെന്ന്, അതാ ഉപദേശം. ഇതിനകത്ത് രോഗശാന്തി ഉണ്ട്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അവന്റെ അടിപ്പിണരാൽ നിനക്ക് സുവിശേഷം കേട്ടാൽ ഇതൊക്കെ നടക്കും. നിന്റെ മാറാ രോഗത്തെ യേശു സൗഖ്യമാക്കും. നിന്റെ തീരാവ്യാധികളെ യേശു സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്. നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഇതാ സുവിശേഷം. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞ ഭാഗം അങ്ങ് വിടാം. എന്തുവാ ഈ സമയം? 9. ഇപ്പൊ ഇന്നങ്ങ് നിർത്താന്നോ? എപ്പം നിർത്തണം? എനിക്ക് നല്ല നിയോഗമാ. പിന്നെ പ്രായമുള്ളവരൊക്കെ ഇരിക്കുന്നവർക്കും പോകണ്ട. ഞാൻ ഇന്നൊരു എന്തുവാ ഒരു 9:30 അങ്ങ് നിർത്താന്നോ? എന്താ നിങ്ങൾ പറ. ആയിക്കോട്ടെ. അരി ബന്ധമൊന്നും എല്ലാ അരിയും ഞെക്കണ്ടല്ലോ, ഒന്ന് ഞെക്കിയാൽ മതി. 9:30 നടത്താം. നാളെ ഞാൻ നേരത്തെ വരാം. അപ്പോൾ ഒരു 6:45 സമയം എന്താ എന്നാ? അപ്പോൾ ഒരു 9 ആകുമ്പോൾ നിർത്താം. 7:45, 8:45 ഒരു 2.25 മണിക്കൂർ ശുശ്രൂഷിക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ളതെല്ലാം പറയുകയും ചെയ്യാം. നിങ്ങൾക്ക് 9 ആകുമ്പോൾ എല്ലാവർക്കും പിരിയുകയും ചെയ്യാം. ഇന്നങ്ങ് പെട്ടെന്ന് നിർത്തുക. വേണ്ട പുസ്തകം മടക്കി. നിങ്ങൾക്ക് അയാൾ ഇതുവരെ മടക്കിയിട്ടില്ല, ഇപ്പോൾ ഒന്ന് നിർത്തുകയല്ലെന്നാ മടക്കി. അങ്ങനെ ആണെന്നില്ല, പുസ്തകം മടക്കി ശുശ്രൂഷക്കാരനെ ഏൽപ്പിച്ചു. എല്ലാം വചനപ്രകാരം പോട്ടെ. അപ്പൊ ഒരു കാര്യം പറയാം. എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും കേൾക്കണം. സുവിശേഷം കേട്ടാലുള്ള ഗുണമെന്ന? സർവ്വജനത്തിനും സന്തോഷം. ആ സന്തോഷമുള്ള സുവിശേഷം കേട്ടാൽ എന്തൊക്കെ സംഭവിക്കും? 1 മാനസാന്തരം, തിരിച്ചു വരവ്. 2 സ്നാനം, വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. 3 അഭിഷേകം പ്രാപിക്കും. 4 വേർപാട് പാലിക്കും. ഇതില്ലാത്ത സുവിശേഷമല്ല.
ഈ അനുഭവങ്ങളിൽ വരാത്തവര് ശരിയായ സുവിശേഷം കേട്ടവരല്ല. ഈ ദിവസങ്ങളിൽ അതിന് ദൈവം കൃപ നൽകട്ടെ. വായിച്ച കുറുവാക്യം ഒന്ന് വായിച്ചേച്ചേ. 2 കാര്യം പറഞ്ഞ് കൃത്യം 9:30 ഇന്ന് അങ്ങ് നിർത്താം. വായിച്ചതല്ലേ പിന്നെ ബുദ്ധിമുട്ട് വരും. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? എന്ത് വിശേഷതയുള്ളൂ? ദൈവത്തിന് മഹത്വം. നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷത. ഞാൻ ഓർപ്പിച്ചല്ലോ, ഇങ്ങനെയുള്ള ഈ സത്യസുവിശേഷമാകുന്ന ഈ വേദപുസ്തകത്തിൽ, ഈ 66 പുസ്തകത്തിൽ സംഗീത പുസ്തകങ്ങൾ പലതുണ്ട്. ആ സംഗീതങ്ങളിൽ വളരെ മെച്ചപ്പെട്ട സംഗീത പുസ്തകമാണ് പാട്ടുകളുടെ പാട്ടാകുന്ന ഈ ഉത്തമഗീതത്തിന്റെ പുസ്തകം. ഈ പുസ്തകം എഴുതിയത് ശലോമോനാൽ എഴുതപ്പെട്ട പുസ്തകമായി. ശലോമോൻ 2-3 പുസ്തകം എഴുതി. ദൈവത്തിന്റെ മഹത്വം. 2-3 പുള്ളി എഴുതി. പുള്ളി പുസ്തകം മാത്രമല്ല, ഒത്തിരി എഴുതി. പുള്ളി എഴുതിയതെല്ലാം കൂടെ ഇപ്പം കിട്ടിയിട്ടില്ല. 4:29 അല്ലയോ പുള്ളി എഴുതിയത്? എന്തും വേണ്ട ഉണ്ടായിരുന്നത് 4-ാം അധ്യായത്തിന്റെ 29, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായത്തിന്റെ 29. താൾ ഇങ്ങോട്ട് മറിക്കുമ്പോൾ ഇടത്ത് വശത്ത് താഴെ ഭാഗത്തായിട്ടുണ്ട്. വായിച്ചേ. ഓർക്ക വായിര് മൈക്ക് തന്നെ വായിക്കുക. ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും ദൈവ ശലോമോൻ ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയവിശാലതയും ശലോമോന് കൊടുത്തു. ശലോമോന് ദൈവം കൊടുത്തെന്ന സകല പൂർവ്വ ദിഗ്വാസികളുടെയും ജ്ഞാനത്തെക്കാളും മിസ്രയീമിയുടെ സകല ജ്ഞാനത്തെക്കാളും ശലോമോന്റെ ജ്ഞാനം ശ്രേഷ്ഠമായിരുന്നു. ഭയങ്കര ജ്ഞാനമായിരുന്നു. അടുത്ത വാക്യം. സകല മനുഷ്യരെക്കാളും യസ്രാഹീനായ ഏഥാൻ, മാഹോലിന്റെ പുത്രന്മാരായ ഹേമാൻ, കൽക്കോൽ, ദർദ എന്നിവരെക്കാളും അവൻ ജ്ഞാനിയായിരുന്നു. അവരിലും വലിയ ജ്ഞാനിയായിരുന്നു. അടുത്തത്. അവന്റെ കീർത്തി ചുറ്റുമുള്ള സകല ജാതികളിലും പരന്നു. അടുത്തത് 3000 സദൃശവാക്യം പറഞ്ഞു. അത് മൊത്തം നമുക്ക് കിട്ടിയിട്ടില്ല. 3000 സദൃശവാക്യം. പിന്നെ അവന്റെ ഗീതങ്ങൾ 1005. 1005 ഗീതത്തിൽ ഒന്നേ കിട്ടിയിട്ടുള്ളൂ, ഉത്തമ ഗീതം. ബാക്കി 1004 എന്തിയേ എനിക്കറിയാൻ മേല. 1005 ഗീതം എഴുതി. അതിൽ ഒരെണ്ണോ നമുക്ക് കിട്ടിയുള്ളൂ, ഉത്തമ ഗീതം. അത് നമ്മൾ വായിക്കത്തുമില്ല. അതിനാന്ന് ചോദിച്ചു, അതൊന്നും വായിക്കാൻ കൊള്ളാത്ത കാര്യങ്ങളാണ്. അത് ഞാൻ നാളെ പറയാം. വായിക്കാൻ കൊള്ളാവോ വായിക്കാൻ കൊള്ളുകയില്ല എന്നുള്ളത് നാളെ, ഇതിന്റെ വിശേഷത എന്നാണ് നാളെ പറയാം. ദൈവത്തിന് മഹത്വം. അപ്പോൾ 3000-ഓളം സദൃശവാക്യം, പിന്നെ 1005 ഗീതങ്ങളും. ലെബാനോനിലെ ദേവദാരു മുതൽ ഭിത്തിയിലെ ചുവരിന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് വരെയുള്ള വൃക്ഷാദികളെ കുറിച്ചും എന്ന് പറഞ്ഞ ബോട്ടണി. ഇംഗ്ലീഷ് ഇരിക്കട്ടെ. തെറ്റിയോ? സ്തോത്രം. ഇത്ര പ്രഗൽഭനും മിടുക്കനും അങ്ങനെയുള്ള ആളാ ശലോമോൻ. പുള്ളി 3 പുസ്തകം എഴുതിയത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സദൃശവാക്യവും സഭാപ്രസംഗി ഉത്തമഗീതം. ഇതിനെപ്പറ്റി വേദ പഠിതാക്കൾ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ദാവീദിന്റെ മകനാണല്ലോ ശലോമോൻ, അല്ലയോ? നല്ല മോനാ. ശലോമോൻ. അപ്പൊ ഇദ്ദേഹത്തെ പറ്റി പറയുന്നത്, ഈ 3 പുസ്തകത്തെ പറ്റി പറഞ്ഞത് കൃപയിൽ നിന്നപ്പോൾ എഴുതിയ പുസ്തകവും കൃപ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എഴുതിയ പുസ്തകവും കൃപന്ന് തുപ്പട വീണപ്പോൾ ഉള്ള പുസ്തകവും. ഇതായി 3 പുസ്തകം. എന്നാ കൃപയിൽ നിന്നപ്പോൾ ഉള്ള പുസ്തകം, കൃപ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഉള്ള പുസ്തകം, കൃപയെന്ന് പൂർണ്ണമായിട്ട്. അത് പുസ്തകം വായിക്കുമ്പോൾ അറിയാം. കൃപയിൽ നിന്നപ്പോഴുള്ള പുസ്തകമായിരുന്നെന്നാ പറയുന്നത് ഉത്തമഗീതം. അതാ പറഞ്ഞത്, എൻ്റെ പ്രിയനോ വെണ്മയും. കൃപ കേൾക്കുമ്പോൾ അറിയാവല്ലോ. എൻ്റെ പ്രിയനോ വെണ്മയും നല്ലാരിൽ സുന്ദരി നിന്റെ പ്രിയ എന്തു വിശേഷത ഉള്ളോ. നല്ലോരിൽ സുന്ദരി നിന്റെ പ്രിയ എന്തു വിശേഷത ഉള്ളോ. ആയിരം
പാത്താലെ നോക്ക് അതിൽ എന്നേശു മുഖ്യനായുണ്ട്. ആയിരം പാത്താലെ നോക്ക് അതിൽ എന്നേശു മുഖ്യനായുണ്ട്. അക്കരിങ്കാക്കയെ നോക്ക് അതിൽ എന്നേശുവിൽ അക്കരിങ്കാക്കയെ നോക്ക് അതിൽ എന്നേശുവിൽ മുടിയുണ്ട്. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പൊ കൃപയിൽ നിന്നപ്പോൾ എഴുതിയ പുസ്തകമാണ് ഉത്തമഗീതം. കൃപയിൽ നിന്ന് പൊയ്ക്കോണ്ടിരുന്നപ്പം എഴുതിയ പുസ്തകമാ സദൃശവാക്യം. മുഴുവൻ ഗുണദോഷമാ. മോനെ അമ്മയെ വെറുപ്പിക്കരുത്, അപ്പൻ്റെ ഉപദേശം കേൾക്കണം. എല്ലാം കൃപയെന്ന് പോയാലും ചിലര് പിള്ളേരോട് ഉപദേശം പറയുക, എടാ ബീഡി വലിക്കരുത്, പുള്ളി വലിച്ചോണ്ടോ വലിക്കരുത് കേട്ടോ. കവള് സോഡാക്കുപ്പി പോലായി, എന്നാലും കൊച്ചുങ്ങളോട് പറഞ്ഞ് വലിക്കരുത് കേട്ടോ. ആരെയാണ് കുടിക്കുന്നത്? പുള്ളി ഓടെ കിടക്കുക, എന്നാലും പുള്ളി മറ്റൊന്ന് ബേവി കുടിക്കരുത്, പുള്ളി പരുവക്കേടി കിടക്കുക. നമ്മുടെ ഇടയിൽ ചില സഹോദരിമാർ പറയല്ലേ, പിള്ളേരെ അപ്പനെ അമ്മയെ അനുസരിക്കാം. നീ അനുസരിച്ചതാണോ? മാതാപിതാക്കളെ ബഹുമാനിക്കണം. നീ ബഹുമാനിച്ചോ? ഞാനും നിങ്ങളും ചെയ്താലല്ലേ നമുക്ക് കിട്ടുവുള്ളൂ. സ്തോത്രം. അപ്പൊ കൃപയിൽ നിന്ന് പൊയ്ക്കോണ്ടിരുന്നപ്പോ എഴുതിയ പുസ്തകമാ സദൃശവാക്യം. കൃപയിൽ നിന്ന് മൊത്തം പോയപ്പോ എഴുതിയതാന്നാ പറഞ്ഞ സഭാപ്രസംഗി. വായിക്കുമ്പോൾ അറിയാം. പുള്ളി ഒടുവിൽ പരുവക്കേടായിട്ട് പറഞ്ഞു, മനുഷ്യനും ചാകുന്നു മൃഗവും ചാകുന്നു, രണ്ടിന്റെ ആത്മാവ് എങ്ങോട്ട് പോകുന്നെന്ന്. ആ മേപ്പോട്ടാന്നോ? ഇപ്പൊ ഈ പരുവത്തിലായി. ഒറ്റ പ്രാർത്ഥനയ്ക്ക് തീ ഇറക്കിയ ആളാ. പുകയും തീയും എല്ലാം കൂടെ ഇറക്കിയ ആൾ ഇപ്പൊ പറയാ മേപ്പോട്ട് പോകുന്നു. ആ കൃപയിൽ നിന്ന് എഴുതിയതാ ഉത്തമഗീതം. ഞാൻ അത് നാളെ നമുക്ക് 9:30 എന്ന് പറഞ്ഞെങ്കിലും 10 മിനിറ്റ് മുമ്പ് അങ്ങ് നിർത്തുക. അപ്പം നിങ്ങൾക്കൊരു സമാധാനമായിക്കോട്ടെ. നാളെ കർത്താവ് അനുവദിച്ചാൽ 6:45 വചനം പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും എല്ലാവരും പ്രാർത്ഥനയോടെത്താം. നമുക്ക് നേരത്തെ നിർത്തുകയും ചെയ്യാം. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് ആവശ്യമുള്ള സന്ദേശം ഞാൻ തന്നു, അത് മതി. ഇന്ന് സുവിശേഷം പറഞ്ഞല്ലോ. നാളെ നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് ചില കാര്യത്തോടെ ചിന്തിക്കാം. അല്പസമയങ്ങളെല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നിന്റെ പ്രിയന് മറ്റ് പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷം? അത് നമുക്ക് നാളെ ദൈവം അനുവദിച്ചാൽ ചിന്തിക്കാം. നമ്മുടെ പ്രിയൻ വിശേഷതയുള്ള പ്രിയനാ. നമ്മുടെ പ്രിയന്റെ വിശേഷത എന്നാന്നറിയാമോ? പാപത്തെ മോചിക്കുന്നവനാ. നമ്മുടെ പ്രിയന്റെ വിശേഷത രോഗശാന്തി തരുന്നവനാ. നമ്മുടെ പ്രിയന്റെ വിശേഷത നിനക്ക് സമാധാനം തരുന്നവനാ. നമ്മുടെ പ്രിയനോ ആയിരങ്ങളിൽ 10,000 സുന്ദരനാ. ഇന്ന് രാത്രി 10,000 സുന്ദരനാകുന്ന നല്ല പ്രിയനെ കരമുയർത്തി മഹത്വപ്പെടുത്തിയാട്ടെ. 10,000 അഴക് തിങ്ങുമൻ പ്രിയനെ, 10,000 പ്രിയനെ കാണൂ. ഓ ഭോജപുരേ കൈയടിച്ചു ചേർന്ന് കാണൂ ഞാൻ ഭോജപുരേ താതഞ്ചാരേ ശാലേംപുരേ കാൺമതി നദി കാലമ കൺകൊതിച്ചൊരു നാഥന്, കാൺമതി നദി കാലമ കൺകൊതിച്ചൊരു നാഥന്, അതിശയമിതമകതിയ ഭൂവിൽ വീണ്ടെടുത്തൊരു ദേവനെ, അതിശയമിതമകതിയ ഭൂവിൽ വീണ്ടെടുത്തൊരു ദേവനെ, 10,000 അഴകു തിങ്ങുമൻ പ്രിയനെ, 10,000 കൈയടിച്ച് ചേർന്ന് ഓ കാണൂ ഞാൻ ഭോജപുരേ താതഞ്ചാരേ ശാലേംപുരേ. ഓ കാണൂ കൈയടിച്ച് ചേർന്ന് സേവ ചെയ്യും അതിൽ ജനം പല ദൂതരെ, ഇവിടെ നിൽക്കുന്ന സേവ ചെയ്യും അതിൽ ജനം പല ദൂതരെ. ഓ അവിടെ ഞാനവർ സമമന്തേജത്തിനുടലടിഞ്ഞു വസിക്കവേ, ഓ അവിടെ ഞാനവർ സമമന്തേജത്തിനുടലടിഞ്ഞു വസിക്കവേ. ഓ വാഴ്ചകൾ അധികാരം അധികം ദൂത സഞ്ജയ പേതരെ, ഓ വാഴ്ചകൾ അധികാരം
വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞാകുന്നു പോയ വിശ്വസ്തരെ. വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞാകുന്നു പോയ വിശ്വസ്തരെ. ഓ വരുണ തുല്യമ തുതി വിളങ്ങിടും പല പല പ്രിയ മുഖങ്ങളെ. ഓ വരുണ തുല്യമ തുതി വിളങ്ങിടും പല പല പ്രിയ മുഖങ്ങളെ കാണൂ. പ്രത്യാശയോടെ കൈയടിച്ച് ഓ ആമേശാലേ ആമേശാലേ പുരേ. ഓ കാണൂ ഞാനേ ചൂടോ റബഡബല പടവ ദിരിബികബല പരിശുദ്ധർക്കായി പണി ചെയ്യും മണി സൗദങ്ങൾ. ഓ വരത്തിൽ ഉന്നതൻ പരിശുദ്ധർക്കായി പണി ചെയ്യും മണി സൗദങ്ങൾ. ആ പരിചിലായവർക്കായൊരുത്തിടും വിവിധ മകര വസ്തുക്കൾ. ഓ പരിചിലായവർക്കായൊരുത്തിടും വിവിധ മകര വസ്തുക്കൾ. ഓ വിമല സ്ഫടിക തുല്യമാൻ അംഗ നിർമ്മിത വീതി. ഓ വിമല സ്ഫടിക തുല്യമാൻ അംഗ നിർമ്മിത വീതി. ഓ കാണൂ ഞാൻ കൈയടിച്ച് ചേർന്ന് പ്രത്യാശയോടെ പോലെ ശുഭ്രമായ ജീവജൽ പലങ്കു പോലെ ശുഭ്രമായ ജീവനദിയിൽ കരകളിൽ കാണും. ഓ ശാലേപുരേ അവ കാണൂ. ഓ നാരഞ്ചാലേ. ഓ ഇവയിൽ മാത്രം ധ്യാനമേ കരളിൽ അരുളും. ഓ ഇവയിൽ മാത്രം ധ്യാനമേ കരളിൽ അരുളും. ഓ ഇരവും പകലും ഇവയെ പറ്റി ഞാൻ പാടും ഗീതസാനം. ഓ ഇരവും പകലും ഇവയെ പറ്റി ഞാൻ പാടും ഗീതസാനം. ഓ ഇകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം ഇത് തന്നെ എനിക്കാണ്. ഇകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം ഇത് തന്നെ എനിക്കാണ്. ഓ ഇകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം ഇത് തന്നെ എനിക്കാണ്. ഓ ഇകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം പ്രത്യാശയോടെ ഇകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം ഇത് തന്നെ എനിക്കാണ്. ഓ ഇകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം